അപ്പോൾ അങ്ങനെയുള്ളവരെ എന്താ ചെയ്യുന്നത്? പോലീസ് അവർക്കൊരു രീതിയുണ്ട്, അത് അവർ ചെയ്തോളും. എനിക്ക് തോന്നുന്നില്ല. അത് ആരോ വാർത്ത കൊടുത്തത്, എനിക്കറിയില്ല. അല്ല, അത് പോലീസിന്റെ ഒരു രീതി ഉണ്ടല്ലോ, ചുമ്മാ ആളുടെ വെടിവെക്കും ആരെയും. അല്ല, കാരണം തൊട്ടൊപ്പം പറഞ്ഞു കേസുകളൊക്കെ സാധാരണ മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനം വരുന്നുണ്ട്, സ്വാഭാവികമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഈ കേസും അല്ല, ഇത് ഞങ്ങൾ വലിയ ഗൗരവത്തിൽ കാണുന്നില്ല. ഒരാള് റോഡിൽ ഇറങ്ങിയ ആളുകളെ ആക്ഷേപിക്കുന്ന അതിന് പോലീസിന്റെ ഒരു രീതിയുണ്ട്, അത് അവർ ചെയ്തോളും. ആഭ്യന്തര വകുപ്പ് അങ്ങനെ നിർദ്ദേശം നോക്കാം. അല്ല, ഇതേ രീതിയിൽ തന്നെ വളരെ ആക്ഷേപം ഉയരുന്നത്, ഇതേ രീതിയിൽ തന്നെ രാഷ്ട്രീയമായി മറ്റ് ആരോപണങ്ങൾ ഉന്നയിച്ച മറ്റുള്ളവരുണ്ട്. ടി.ജി. മോഹൻദാസിന്റെ കേസുകളായാലും മറ്റു കേസുകളായാലും ഈ ആർജവമൊന്നും ആ കേസുകളിൽ കാണിക്കുന്നില്ല. അല്ല, മോഹൻദാസിന്റെ കേസെടുത്തല്ലോ. അല്ല, കേസെടുത്തു, അന്വേഷണം നടക്കുകയാണ്. അതതിൻ്റെതായ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ചില കേസുകൾക്കേ അതിൻ്റെ സ്വഭാവം അനുസരിച്ചല്ല മറ്റ് നടപടി എടുക്കാൻ പറ്റുമോ? അപ്പം നമ്മളൊരാളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത് കേസിൻ്റെ സ്വഭാവവും രീതികളും നോക്കിയല്ല പോലീസിന് ചെയ്യാൻ പറ്റുമോ? കാരണം പോലീസിൻ്റെ എല്ലാ നടപടികളും ജുഡീഷ്യൽ സ്കൂട്ടണിക്ക് വിധേയമാണ്. നമ്മൾ കഴിഞ്ഞത് അപ്പം തന്നെ കോടതിയിൽ പോകും ആളുകൾ. പിന്നെ ഇപ്പോൾ കോടതി സർക്കാരിനെ കുറ്റപ്പെടുത്തില്ലേ? അപ്പം അത് സൂക്ഷിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ, ഏത് കേസാണെങ്കിലും. നിങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല. ഈ സർക്കാർ പലപ്പോഴും ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതായിട്ട് ഒരു ആരോപണമുണ്ട്. ഏറ്റവും അവസാനം ജയലളിത വന്ദേ മാതരം അത് ഓഗസ്റ്റ് 15 പൂർണ്ണമായും പാടണം എന്ന് ചീഫ് സെക്രട്ടറി ഉത്തരവിട്ടതായി കേൾക്കുന്നു. ഞങ്ങളൊരു നേതാവ് കൂടിയാണ്, വർക്കിംഗ് സമിതി അംഗമാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതിന് ഉത്തരവിട്ടോ? കഴിഞ്ഞ തവണ വന്ദേ മാതരം നമ്മൾ ആലപിച്ചത് മുഴുവൻ ആലപിച്ചില്ലായിരുന്നല്ലോ. പുതിയ സിറ്റുവേഷൻ എന്താ എനിക്കറിയില്ല. ഇങ്ങനെ ഉത്തരവിട്ടെന്ന്. അല്ല, ഉത്തരവിട്ടെന്ന് നിങ്ങളാണല്ലോ പറയുന്നത്, ഞാൻ പരിശോധിക്കാം. എനിക്കറിയില്ല, ഞാൻ അന്വേഷിക്കാം. അല്ല, ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും എന്നോട് ചോദിക്കണ്ട.